യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുപോലെ ദൈവവചനത്തെക്കുറിച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പേര് പറഞ്ഞു, ഇത് വളരെ കഠിനമാണ്, ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറെ പേര് അവനെ വിട്ടു പോവുകയാണ്, അവനുപേക്ഷിച്ച് പോവുകയാണ്. ഇന്ന് പാതിനോമ്പാണ്. ആദ്യത്തെ ദിവസം വളരെ തീഷ്ണതയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഈ ശിഷ്യന്മാരെ പോലെ തന്നെ കുറച്ച് പേര് ഉപേക്ഷിച്ച് പോയവരുണ്ട്. പാതി വഴിക്ക് എല്ലാം ഉപേക്ഷിച്ച് പോയ കുറേ പേരുണ്ട്. വീണുപോയവരുണ്ട്. അതുപോലെ തന്നെ വേണ്ട എന്ന് വെച്ച് പോയവരുണ്ട്. പിശാച് നമ്മളെ ഇങ്ങനെ നയിക്കുന്നത് എങ്ങനെയാണ്? ചില കാര്യങ്ങൾ കഠിനമാക്കി തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് ഇറങ്ങിത്തിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ നിൽക്കണേ? അല്ലെങ്കിൽ വീണാലും കർത്താവിൻ്റെ കൈ പിടിച്ച് ആ കർത്താവിൻ്റെ വഴിയിലൂടെ തന്നെ നടക്കാൻ എനിക്കൊരു മനസ്സുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസം നമ്മളെ വിശുദ്ധ കുർബാന ഒരു മടി കാണിച്ച് മുടക്കും, നാളെ തുടങ്ങി പോണ്ട എന്ന് ചിന്തിച്ച്. അങ്ങനെയല്ല, പിറ്റേ ദിവസം എഴുന്നേറ്റ് വീണ്ടും പൊടിതട്ടി ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നേക്കുമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ മാറിപ്പോയോ? എടുത്ത എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് നമ്മൾ മാറിപ്പോയ വ്യക്തികളായിട്ട് മാറുന്നുണ്ടോ? കുറേ പേര് ഉപേക്ഷിച്ചു പോയി, കുറേ പേര് കൂടെ നിന്നു. ഞാൻ ഏത് ഭാഗത്താണ് നിൽക്കണേ? അല്ലെങ്കിൽ രണ്ടിൻ്റെയും നടുവിലായിട്ട് നിൽക്കുകയാണോ? വേണോ വേണ്ടേ, വേണോ വേണ്ടേ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ഈ ശിഷ്യന്മാരെ പോലെ തന്നെ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? ഉപേക്ഷിച്ചു പോയൊരു സ്ഥാനത്താണോ, നടുവിലായിട്ടാണോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുകയാണ്? എല്ലാം എനിക്ക് മനസ്സിലാകും. അവർക്കത് കഠിനമായിരുന്നു, മറ്റു ശിഷ്യന്മാർക്കത് കഠിനമായിരുന്നു. അവർക്ക് ഈ വചനമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവർക്കറിയാം ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നത്, പിതാവിൽ നിന്ന് വരം ലഭിച്ചതല്ലാതെ ആർക്കും ഇത് എൻ്റെ കൂടെ നടക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് പിതാവിൽ നിന്ന് കൃപ ലഭിക്കാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക. തുടങ്ങിയ നിമിഷം വളരെ തീക്ഷ്ണയായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ നോമ്പ് തുടങ്ങിയ നിമിഷം പാതി നോമ്പാണ്. ഞാനതൊക്കെ പാലിക്കുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വചനം വായിക്കാൻ, തമ്പുരാന്റെ സന്നിധിയിലിരിക്കാൻ, ജപമാല ചൊല്ലാൻ, ചൂടാകില്ല, കുറച്ച് നൊയിമ്പൊക്കെ ഇട്ടേക്ക്. ഒരു ദിവസമൊക്കെ വീണ്ടും എന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിക്കുകയല്ല, വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ, കൈപിടിച്ച് കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക.